നമസ്കാരം. ഷെക്കേന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുഞ്ഞുനാൾ മുതലേ നമ്മളെ സഭയും വീട്ടുകാരും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമ്മളെല്ലാവരും പറയുമായിരുന്നു, കാണപ്പെടാത്തതുണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണെന്ന്. എന്നാൽ കാലങ്ങൾ മാറി, തലമുറകൾ വളർന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ ആരും ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയാണ്. വിശ്വാസത്തെ താഴ്ത്തിക്കൊണ്ട് മറ്റു പലതിനെയും ഉയർത്തിക്കൊണ്ടുവരുന്ന ചില ഗ്രൂപ്പുകൾ നമ്മുടെ ചുറ്റും, നമ്മുടെ യുവജനങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇത്തരത്തിൽ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ചില ചർച്ചകളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നൈസ് ടംബ്ലർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നിങ്ങൾ വിശ്വാസം സംബന്ധിച്ച് ധാരാളം ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചിരുന്നു. അതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അതിൽ നിന്നും ചില ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് നൽകാൻ പാകത്തിനുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹം ഒരു യൂത്ത് ഐക്കണാണ്. പലവിധ പ്രമുഖ മാധ്യമ ചാനലുകളിലുമൊക്കെ നിരവധി ചർച്ചകളിൽ വിശ്വാസത്തിൻ്റെ സാക്ഷിയായി ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരു കോളമിസ്റ്റും കൂടിയാണ്. ഏറ്റവും സ്നേഹത്തോടെ, അതിലുപരി ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ നിർമ്മൽ എബ്രഹാം. ശ്രീ നിർമ്മൽ എബ്രഹാം, ഷെക്കേന ടെലിവിഷൻ്റെ നൈസ് ടംബ്ലറിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. താങ്കളൊരു യൂത്താണ്, ഞാനും ഒരു യൂത്താണ്. നമ്മളെ കേൾക്കുന്നതും ധാരാളം യുവജനങ്ങളാണ്. എന്തുകൊണ്ടും താങ്കളുടെ ഓരോ വാക്കുകളും യുവജനങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസസംബന്ധമായ കാര്യങ്ങളിൽ ഇന്ന് യുവജനങ്ങൾ ഒത്തിരിയേറെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വിശ്വാസത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് ഇന്ന് താങ്കളോട് ചോദിക്കുന്നത്. അതിന് യുവജനങ്ങളുടേതായ രീതിയിലുള്ള മറുപടിയും ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ചില ചോദ്യങ്ങൾ താങ്കളോടായിട്ട് ചോദിക്കുകയാണ്. ഒന്നാമതായി ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: യുവജനങ്ങൾക്കിടയിൽ അവരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. മതവിശ്വാസത്തിന് പ്രാധാന്യം നൽകാത്ത രാജ്യങ്ങൾ ലോക സന്തുഷ്ട രാജ്യങ്ങളിൽ ഒന്നാമതാണ് എന്ന് ചിലർ വാദിക്കുന്നു. അതിൽ സത്യമുണ്ടോ? ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങൾ ലോക സന്തുഷ്ട രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അവിടെ ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണത്രേ. ഇത്തരത്തിലുള്ള വാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്നുണ്ട്. ചില വീഡിയോകൾ ഞാനും കണ്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതായത് ഈ ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങൾ ലോക സന്തുഷ്ട രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണോ? അതങ്ങനെ എത്താൻ കാരണം അവിടെ ഈ ദൈവവിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ? ഇത് വളരെ എനിക്ക് തോന്നുന്നു വൈറലായ ഒരു വീഡിയോയും കൂടിയാണ്. ഫിൻലൻഡ് ഇസ് ദ വേൾഡ്സ് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് നേഷൻ. ഏറ്റവും സന്തുഷ്ടമായ രാജ്യം ഫിൻലൻഡാണ്. അതുപോലെ നോർഡിക് കൺട്രീസ്, സ്കാൻഡിനേവിയൻ കൺട്രീസായ നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ ഇവയെല്ലാം സന്തുഷ്ട രാജ്യങ്ങളാണ്. അതിന് കാരണം ദൈവവിശ്വാസം ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ, പല വീഡിയോസ് ഇൻഫാക്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ആദ്യത്തെ എലമെൻറ്റ് ഞാൻ സമ്മതിക്കാം. ഫിൻലൻഡ് കഴിഞ്ഞ ദിവസം കൂടി, ഇപ്പം വേൾഡ് ഹാപ്പിനെസ് ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം ഈ പുതിയ സ്റ്റഡിയിൽ കൂടെ ഫിൻലൻഡാണ് നമ്പർ 1 നേഷനായിട്ട് വന്നിരിക്കുന്നത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ. പക്ഷേ ഇതിലെ ഒരു കാര്യം മാത്രം തെറ്റാണ്. മതവിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഫിൻലൻഡ് സന്തുഷ്ട രാജ്യം എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഫിൻലൻഡിൽ 70% പോപ്പുലേഷനും ക്രിസ്ത്യൻസ് ആണ്. മറ്റു പറഞ്ഞ കൺട്രീസായ നോർവേ 75% ക്രിസ്ത്യാനികളുള്ള ഒരു നാടാണ്. ഡെൻമാർക്കിൽ 76% ക്രിസ്ത്യൻസ് ഉള്ള നാടാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 78% ഹിന്ദു പോപ്പുലേഷനുള്ള ഇന്ത്യയെ പലരും ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുന്നു. എന്നാൽ 76% ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള ഡെൻമാർക്കിനെയും ഫിൻലൻഡിനെയൊക്കെ എങ്ങനെ നിരീശ്വരവാദികളുടെ രാജ്യമെന്ന് വിളിക്കാൻ പറ്റുമെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള സ്റ്റഡീസ്, പഠനങ്ങളാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഇടുന്നതോ അല്ല. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളുടെ ബേസിസിൽ വന്ന റിപ്പോർട്ടിൽ കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട് എന്ത് കാരണത്താലാണ് ഫിൻലൻഡും നോർവേയും ഡെൻമാർക്കും സ്വീഡനും പോലുള്ള രാജ്യങ്ങൾ ടോപ്പ് 10 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ ടോപ്പ് 10 നിൽക്കുന്നത് എന്നുള്ളത്. അതിലൊരു കാരണം അവിടുത്തെ സോഷ്യൽ വെൽഫെയർ ബെനിഫിറ്റ്സ്, പല ബെനിഫിറ്റ്സ്, അതായത് ഇപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ഹെൽത്ത് കെയർ, ഗ്യാരണ്ടീഡ് പെൻഷൻ, സോഷ്യൽ സെക്യൂരിറ്റി തുടങ്ങിയ ഒരുപാട് ബെനിഫിറ്റ്സ് അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഫിൻലൻഡിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിന്നിഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ടാണ് കരുതപ്പെടുന്നത്. കാരണം അവിടുത്തെ കുട്ടികൾക്കായിട്ടൊരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻറ്റ് ആണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫിൻലൻഡിനെ പല സ്കൂളുകളിലും പരീക്ഷകളില്ല 16 വയസ്സിൽ. അതായത് നമ്മുടെ നാട്ടിലെ 12th സ്റ്റാൻഡേർഡിന് ഇക്വലൻ്റായ 16 വയസ്സിലാണ് അവരുടെ ആദ്യത്തെ പരീക്ഷ നടക്കുന്നത്. അതുവരെ അവർക്ക് പരീക്ഷകളില്ല. അവിടുത്തെ സ്കൂളുകളിൽ ഹോംവർക്ക്സ് ബാൻഡാണ്, ഹോംവർക്കുകൾ ചെയ്യിക്കാറില്ല. ടീച്ചേഴ്സ് തന്നെ ഇപ്പോൾ 5ാം ക്ലാസ് മുതൽ 10 അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെ അടുപ്പിച്ച് ഒരേ ഒരു ടീച്ചറാണ് കുട്ടികളെ മോണിറ്റർ ചെയ്യുന്നത്. അതായത് ആ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ മൊത്തത്തിൽ നോക്കിക്കാണാൻ ഒരു ടീച്ചറിനെ വെച്ചിരിക്കുന്നു. അവിടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് അവേഴ്സ് ആണ് കൂടുതൽ ക്ലാസ് അവേഴ്സിനേക്കാൾ. അരമണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ 35 മിനിറ്റ് ആയിരിക്കും അവിടെ ബ്രേക്ക് അവേഴ്സ്. ഇങ്ങനെയുള്ള സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അവിടുത്തെ സ്കൂളുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോലി ചെയ്യുന്നവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഉദാഹരണമുണ്ട്. എല്ലാവരും കോളേജിൽ പഠിപ്പിക്കണം അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത്
സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കിട്ടുന്നതിനൊപ്പം പെയ്ഡ് വെക്കേഷൻ കിട്ടും, സമ്മർ വെക്കേഷനൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യം, പ്രൈവറ്റ് ജോലികൾക്ക് സമ്മർ വെക്കേഷനോ പെയ്ഡ് വെക്കേഷനോ എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. പക്ഷേ നോർവേയിലും ഡെൻമാർക്കിലും അതുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത, ഫിൻലൻഡും ഡെൻമാർക്കിലും, അപ്പോൾ ഈ രാജ്യങ്ങളിൽ പെയ്ഡ് വെക്കേഷൻ ഉണ്ട്. അതായത് സമ്മറിലാണെങ്കിൽ 1 മാസവും വിൻ്ററിൽ ഒരാഴ്ചയും പെയ്ഡ് വെക്കേഷൻ. മറ്റേത് നാട്ടിലാണ് ഇതുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാരണത്താൽ, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് കാരണത്താലാണ് അവിടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ അവർ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം അമ്മമാരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ, പ്രഗ്നൻ്റ് ആയി ഒരു കുട്ടിയെ ഡെലിവറി ചെയ്ത അമ്മയ്ക്ക് അവർ കൊടുക്കുന്ന ഒരു ക്രേഡിൽ ഉൾപ്പെടെ 63 ഐറ്റംസ് അടങ്ങുന്ന ഒരു ബോക്സ് ഗിഫ്റ്റായിട്ട് അവിടുത്തെ ഗവൺമെൻറ് നൽകുന്നു. അപ്പോൾ 3 മാസത്തേക്ക് ആ അമ്മയ്ക്ക് കുട്ടിയുടെ കാര്യത്തിൽ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല, മറ്റൊന്നും മേടിക്കേണ്ടത് പോലും ആവശ്യമില്ല. അങ്ങനെ ഒരു പാക്കേജ് നൽകുന്നുണ്ട്. അതുപോലെ കറപ്ഷനില്ല. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് കേസസ് നമ്മളിപ്പോൾ കേൾക്കുന്ന ഫാമേഴ്സ് ലോയുടെ കേസിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലും പത്രത്തിലും വിമർശനങ്ങളും ചർച്ചകളും നടക്കുന്നു. അത് നമ്മളെ അസ്വസ്ഥരാക്കുന്നു. കറപ്ഷൻ നടക്കുന്നു, അത് നമ്മളെ അസ്വസ്ഥരാക്കുന്നു. അതുപോലെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആക്ട് കൊണ്ടുവന്നു, നമ്മളെ അസ്വസ്ഥരാക്കുന്നു. അങ്ങനെ CIA കൊണ്ടുവന്നു, അത് നമ്മളെ അസ്വസ്ഥരാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ളപ്പോൾ ജനങ്ങളുടെ സാറ്റിസ്ഫാക്ഷനെയും ഹാപ്പിനെസ്സിനെയും അത് ബാധിക്കും. നോർവേയിലോ ഫിൻലൻഡിലോ ഡെൻമാർക്കിലോ സ്വീഡനിലോ ഈ അടുത്തെങ്ങും അത്തരത്തിലുള്ളൊരു കറപ്ഷൻ കേട്ടതായിട്ട് അറിവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാരണത്താലാണ് ഫിൻലൻഡും മറ്റ് നോർഡിക് കൺട്രീസും ഹാപ്പിയസ്റ്റ് നേഷൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, വ്യക്തമാണ് ശ്രീ നിർമ്മൽ അബ്രഹാം. അതോടൊപ്പം തന്നെ അതിനോട് കണക്ട് ചെയ്ത് തന്നെ വേറൊരു ചോദ്യം കൂടി നമുക്ക് വന്നിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: മതങ്ങൾ മൂലം, അല്ലെങ്കിൽ റിലീജിയൻസ് മൂലം യുദ്ധങ്ങളും അക്രമങ്ങളും നടക്കുന്നുണ്ട്. അത് ചരിത്രം നോക്കിയാൽ, അത് ചരിത്രം പരിശോധിച്ചാൽ അത് കാണാവുന്നതാണ്. ഈ മതങ്ങളോ മതവിശ്വാസങ്ങളോ ഇല്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കില്ലായിരുന്നോ? ഇത് ഒരാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ടും അത് ഒരു പ്രസക്തമായ ചോദ്യമാണെന്ന് അറിയില്ല. കാരണം മതങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണോ യുദ്ധം നടന്നത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു നിരീശ്വരവാദികൾ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ കൊടുക്കുന്ന നെഗറ്റീവായിട്ടുള്ള കുറേ പോയിന്റ്സുകളാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്താണ്, ഇത്തരത്തിലാണോ, മതങ്ങൾ കൊണ്ടാണോ ഇവിടെ യുദ്ധങ്ങൾ നടന്നിരിക്കുന്നത്? ഇതേപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് 2 രീതിയിൽ മറുപടി നൽകാം. ഒന്നെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടല്ലേ പല ജനങ്ങളുടെ കാഴ്ചപ്പാട് പറയാം, അല്ലെങ്കിൽ വസ്തുതകളുടെ ബേസിസിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് ചുറ്റും നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പൊളിറ്റിക്സിൽ പ്രശ്നങ്ങളുണ്ട്, എഡ്യൂക്കേഷണൽ പ്രശ്നങ്ങളുണ്ട്, ഹെൽത്ത് കെയറിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു കോമൺ ഫാക്ടർ ഉള്ളത് കൊണ്ടാണ്. ഇതെല്ലാം സിസ്റ്റംസ് ആണ്. ഈ സിസ്റ്റംസ് എല്ലാം റൺ ചെയ്യുന്നത് ആളുകളാണ്, നമ്മളെപ്പോലുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ കൃത്യമായ മറുപടി പറയാം. റിലിജൻ ഇല്ലായിരുന്നെങ്കിൽ ലോകത്ത് സമാധാനം ഉണ്ടായേനെ, ഒരു വാറും നടക്കില്ലായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം വസ്തുതാപരമായി നോക്കിയാൽ ഇന്ന് വരെ, ഈ ഡേറ്റ് വരെ 1763 വാറുകളാണ് ഇന്ന് വരെ പല കാരണത്താൽ ലോകത്ത് നടന്നിട്ടുള്ളത്. അതിൽ 123 വാറുകൾ മാത്രമാണ് റിലിജൻ്റെ പേരിൽ നടന്നിട്ടുള്ളത്. 7%. ഇതിനെ ഒന്ന് എടുത്ത് മാറ്റി നോക്കിക്കേ, 93% വാറുകൾ അല്ലെങ്കിലും നടന്നേനെ എന്നുള്ളതാണ് വസ്തുത. അപ്പം റിലിജൻ കാരണം മാത്രമാണ് വാറുകൾ വന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. 1. 2, അപ്പോൾ പലരും വാദിക്കുന്നൊരു കാര്യമാണ്, അല്ല ഞങ്ങൾ പഴയ കാര്യങ്ങളല്ല, ഞങ്ങൾ പുതിയ കാര്യങ്ങളാണ് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും നടക്കുന്നു എന്ന് പറയുന്നത്. നമുക്ക് റീസെൻറ്റ് ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കാം. കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിന് 2 പ്രത്യേകതകളാണുള്ളത്. ലോകത്തിലെ ഏറ്റവും അധികം, നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഏറ്റവും അധികം ഇൻവെൻഷൻസ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു നൂറ്റാണ്ടാണ് 20-ാം നൂറ്റാണ്ട്. ടെലിവിഷനും റേഡിയോയും, ഷോർട്ട് വേവ് റേഡിയോയും, വാഷിംഗ് മെഷീനും, ബ്രെഡ് ടോസ്റ്ററും, ഇൻസുലിനും, പെനിസിലിനും, ഒരുപാട് സെൽഫോൺ മുതൽ എല്ലാ ടെക്നോളജിയും നമുക്ക് കിട്ടിയിരിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. ഇതേ 20-ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും അധികം മാസ് മേർഡേഴ്സ്, കൂട്ടക്കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. അമേരിക്കയുടെ വാൾ സ്ട്രീറ്റ് ജേർണൽ പബ്ലിഷ് ചെയ്തൊരു ആർട്ടിക്കിളുണ്ട്. അതിൻ്റെ ടൈറ്റിൽ 100 years of communism and 100 million dead എന്നാണ്. 100 വർഷം കമ്മ്യൂണിസം, 100 മില്യൺ ആളുകൾ മരിച്ചിരിക്കുന്നു എന്നൊരു ടൈറ്റിലൊരു ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിൾ അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, കഴിഞ്ഞ 100 വർഷത്തിൽ 100 മില്യൺ ആളുകളെ കൊന്ന ആളുകളുടെ പേരെടുത്താൽ അവർക്കെല്ലാം കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട്. പേരുകൾ നമുക്ക് നോക്കാം. ജോസഫ് സ്റ്റാലിൻ, സോവിയറ്റ് യൂണിയൻ്റെ ജോസഫ് സ്റ്റാലിൻ, ചൈനയുടെ മാവോ സെഡോങ്, മ്യാൻമാറിൻ്റെ താൻ ഷ്വേ, നോർത്ത് കൊറിയയുടെ കിം ജോങ് ഇൽ, അതുപോലെ കംബോഡിയയുടെ പോൾ പോട്ട്, അതുപോലെ സീരിയൽ കില്ലേഴ്സായ ടെഡ് ബണ്ടി, ജെഫ്രി ഡേമർ, ജിം ജോൺസ്, ഇവർക്കെല്ലാം ഇടയിൽ കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ടായിരുന്നു, ഇവരാരും ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നില്ല. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കേസ് എടുത്താൽ പോലും ഒരുപാട് തർക്കങ്ങൾ, ആൾക്കാർ പറയാറുണ്ട് അദ്ദേഹം ഒരു റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഹിറ്റ്ലറിൻ്റെ കേസിൽ റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് ആണെന്ന് പറയുന്നതും തെറ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തെ പഠിക്കുന്നത്, ഇപ്പോൾ ചരിത്രത്തെ മനുഷ്യൻ എങ്ങനെ മാറ്റി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ചരിത്രം മനുഷ്യനെ എങ്ങനെ മാറ്റിയെന്ന് നമ്മൾ പഠിക്കുന്നില്ല. ഹിറ്റ്ലറിൻ്റെ കേസിൽ ഹിറ്റ്ലറിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഈ റിലീജിയസ് എക്സ്ട്രീമിസം എന്ന് ആളുകൾ പറയാനുള്ള 2 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, 7-ാം വയസ്സിലോ 8-ാം വയസ്സിലോ ഹിറ്റ്ലർ ചർച്ച് കൊയർ മെമ്പർ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു.
അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിലൊരു ഇതുണ്ട്. 8-ാം വയസ്സിന് ശേഷം ഹിറ്റ്ലറിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ അറിയണം. ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ എന്ന് വെച്ചാൽ വളരെ ട്രാജിക് ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിനെ ടെക്നിക്കൽ സ്കൂളിൽ വിടാനായിരുന്നു ആഗ്രഹം. അദ്ദേഹത്തിന് ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റോ ആകാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഹിറ്റ്ലറിനെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിന് വെറുപ്പായിരുന്നു. ഒരുപാട് വഴക്ക് പറയും, ഒരുപാട് തല്ലും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കിടയിൽ അദ്ദേഹം ഇടപെടാൻ മിടുക്കനായിരുന്നില്ല. അതുകൊണ്ട് സ്കൂളിൽ കൂട്ടുകാർക്ക് ഇഷ്ടമല്ല, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നെയ്ബേഴ്സിന് ഇഷ്ടമല്ല, സ്കൂളിൽ പോയ ടീച്ചേഴ്സിന് ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് 11-ാം വയസ്സിൽ അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ബ്രദർ മീസിൽസ് വന്ന് മരിക്കുന്നു. 13-ാം വയസ്സിൽ അയാളുടെ അച്ഛൻ മരിക്കുന്നു. 18-ാം വയസ്സിൽ അയാളുടെ അമ്മ മരിക്കുന്നു. 16-ാം വയസ്സിലും 17-ാം വയസ്സിലും താൻ ഏറ്റവും ആഗ്രഹിച്ച ആർട്ടിസ്റ്റ് എന്ന ആ ഒരു പ്രൊഫഷനിലോട്ട് കയറാനുള്ള എൻട്രൻസ് എക്സാം 2 തവണയും തോക്കുന്നു. അതിനുശേഷം മിലിറ്ററി പോയി ഓസ്ട്രിയൻ മിലിറ്ററി ജോയിൻ ചെയ്യാൻ നോക്കുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അമ്മയും ഇല്ല, അച്ഛനും ഇല്ല, വീടും ഇല്ല, ഒന്നുമില്ല, തിണ്ണകളിൽ പോയി കിടക്കുന്നു. തനിക്ക് ആകെ അറിയാവുന്ന കലയായ ആർട്ടിസ്ട്രി കൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് സ്ട്രീറ്റുകളിൽ പോയി പല ബിൽഡിങ്സിൻ്റെയും പടം വരച്ച് അത് വിറ്റ് കാശാക്കി ഡോമിറ്ററികളിൽ ജീവിക്കുന്നു. അത് കഴിഞ്ഞ് ജർമ്മനിയിൽ പോകുമ്പോൾ വേൾഡ് വാർ നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ മിലിറ്ററി കയറ്റുന്നു. മിലിറ്ററിയിൽ വെച്ചാണ് ആദ്യമായിട്ട് ശരിക്കും വളരെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന 5-6 വ്യക്തികളെ ഹിറ്റ്ലർ പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണ്. അവിടെ ഉണ്ടായിരുന്ന ഈ ഉറ്റ സുഹൃത്തുക്കൾ തൻ്റെ മുന്നിൽ വെച്ച് പൊട്ടിച്ചെതറി പോകുന്നതാണ് ഹിറ്റ്ലർ കാണുന്നത് വേൾഡ് വാർ 1 സമയത്ത്. ഇതിനുശേഷം അദ്ദേഹം കാണുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ ജർമ്മനി വാർ നഷ്ടപ്പെടുന്നു, ടെറിട്ടറി സീഡ് ചെയ്യുന്നു. അതിനുശേഷം ഹിറ്റ്ലർ തന്നെ ജയിലിൽ പോകേണ്ട അവസ്ഥ വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഹിറ്റ്ലർ എന്ന മനുഷ്യനെ മാറ്റിയത്. തീർച്ചയായും അത് മാറിയതിനു ശേഷം തിരിച്ചു വന്ന ഹിറ്റ്ലർ ആർട്ടിസ്റ്റ് ആകാനോ ആർക്കിടെക്റ്റ് ആകാനോ ആഗ്രഹിച്ച പാഷനുള്ള ഒരു ഹിറ്റ്ലർ ആയിരുന്നില്ല. പക മാത്രം മനസ്സിലുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ജീവിതമാണ് അദ്ദേഹത്തെ മാറ്റിയതെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? തീർച്ചയായും. പക്ഷേ ഇത് ഞാൻ ന്യായീകരിക്കുകയല്ല, ഞാൻ അതിലോട്ട് വരുവാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സിമ്പിൾ ഗൂഗിൾ സെർച്ച് നടത്തി അറിയാം, അവസാന 15 വർഷം ഈ തിരിച്ചു വരവിന് ശേഷം, ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഹിറ്റ്ലർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഐ ഡിനൗൺസ് ക്രിസ്ത്യാനിറ്റി, ഐ ഡിനൗൺസ് ഗോഡ്, അല്ലെ ദി ഐഡിയ ഓഫ് റിലിജൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഹിറ്റ്ലർ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവസാന 15 വർഷം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന 15 വർഷം മതത്തെയും ദൈവത്തെയും ദൈവവിശ്വാസത്തെയും ഡിനൗൺസ് ചെയ്തൊരു വ്യക്തിയാണ് ഹിറ്റ്ലർ. അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു കാര്യം കോയിൻസിഡൻ്റലായിട്ട് കാണാം. ഈ അവസാന 15 വർഷത്തിലാണ് ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ ഡാമേജ് ലോകത്തിന് ഉണ്ടാക്കിയെടുത്തത്. വേൾഡ് വാർ തുടങ്ങിയത് 75 അല്ലെങ്കിൽ 80 മില്യൺ ആളുകൾ മരിക്കാനിടയായ സെക്കൻഡ് വേൾഡ് വാറിന് സ്പാർക്ക് ഇട്ട് കൊടുത്തതും ഇതേ ഹിറ്റ്ലറാണ്. അപ്പോൾ അതുകൊണ്ട് ഹിറ്റ്ലറിനെ റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് എന്ന് വിളിക്കാൻ പാടില്ല. മറ്റൊരു കാരണം കൊണ്ടുണ്ട്. പല ആൾക്കാരും പറയും, അല്ല അയാൾ റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു, അങ്ങനെയല്ല അയാൾ കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടിയത്. ശരിക്കും അയാൾ റേസിസ്റ്റ് ആണ്, റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് അല്ല. കാരണം ഇപ്പം ജൂയിഷ് റേസിനെ അദ്ദേഹം തൂത്തു മായ്ച്ചു കളയണമെന്ന് ആഗ്രഹിച്ചു. ആര്യൻ റേസ് സുപ്പീരിയർ ആണെന്ന് അദ്ദേഹം ചിന്തിച്ചു. സോ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു റേസിസ്റ്റ് ആണ്, റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് അല്ല. അവസാന 15 വർഷം ക്രിസ്ത്യാനിറ്റിയെ ഡിനൗൺസ് ചെയ്തൊരു വ്യക്തിയാണ് ഹിറ്റ്ലർ. അതിൻ്റെ അക്കൗണ്ട്സ് ഓൺലൈൻ അവൈലബിൾ ആണ്, നിങ്ങൾക്കൊക്കെ എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ ശ്രീ നിർമ്മൽ, ഒരു കാര്യം ചോദിച്ചോട്ടെ. മതത്തിന്റെ പേരിൽ യുദ്ധങ്ങളും അക്രമങ്ങളും നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഒത്തിരിയേറെ നടന്നിട്ടുണ്ട് അല്ലേ? തീർച്ചയായും നടന്നിട്ടില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം ഈ റിലിജൻ എന്ന് പറയുന്നത് ദൈവമല്ല. ഇവിടെ നമ്മളെ ഇപ്പം ഒരു ഉദാഹരണം ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിൽക്കുന്നത് ദൈവമല്ല, നിൽക്കുന്നത് യഥാർത്ഥത്തിൽ റിലീജിയസ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോൾ ഒരു സിസ്റ്റം എടുത്ത ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ ജൂതയിസം അല്ലെങ്കിൽ ബുദ്ധിസം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത് നമ്മളെപ്പോലുള്ള വ്യക്തികളാണ്. അപ്പോൾ വ്യക്തികളുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും, വഴക്കുകളുണ്ടാവും. അത് ഉണ്ടായിട്ടുണ്ട്. അതിനെ ശരിക്കും അപലപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും. പക്ഷേ മറ്റൊരു കാര്യം താങ്കൾ ചൂണ്ടിക്കാട്ടിയത്, റിലിജനെ ശരിക്കും നമ്മൾ പല യുവാക്കളും അറിയാത്തൊരു കാര്യം, റിലിജൻ എന്ന് പറയുന്നത് ഒരു ടൂളാണ്, ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനെ ഏത് രീതിയിൽ ഉപയോഗിക്കാം. പോളിറ്റിക്സ് ഇപ്പോൾ ഇന്ത്യയുടെ കേസ് എടുക്കും. ഇപ്പോൾ പല കുട്ടികളും ക്രിക്കറ്റ് കാണുന്ന കുറേ കുട്ടികളുണ്ട്. ഞാൻ ക്രിക്കറ്റിൻ്റെ കോച്ചിങ് സമയത്ത് പോയപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം, ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്നെങ്കിൽ എത്ര നന്നായതിനെ. ഏറ്റവും നല്ല ബോളിംഗ് അറ്റാക്കും ഏറ്റവും നല്ല ബാറ്റിംഗ് അറ്റാക്കും നമ്മുടേതായതിനെ, ഏറ്റവും മികച്ച ടീം നമ്മളായതിനെ, ഏറ്റവും വലിയ മിലിറ്ററി നമ്മുടേതായതിനെ, ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻ ആയതിനെ, ഏറ്റവും ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ഒരു കൺട്രി ആയതിനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ റിലിജൻ അല്ലേ ഇതിനെ ഡിവൈഡ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും റിലിജൻ കാരണമാണ് ഡിവൈഡ് ആയിപ്പോയത്. പക്ഷേ റിലിജൻ അല്ല അവരെ ഡിവൈഡ് ചെയ്തതെന്നുള്ളതാണ് വാസ്തവം. കാരണം റിലിജനെ ഒരു ടൂളായിട്ട് പൊളിറ്റിക്കൽ പവർ ഹൗസസ് ഉപയോഗിക്കുമ്പം അത് തിരിച്ചറിയാതെ പോകുന്നതാണ് ഫെയിലിയർ. അത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏത് റിലിജൻ ആണെങ്കിലും എല്ലാവരെയും ടോളറേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതമാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് ചെയ്യേണ്ടതും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മളെങ്ങനെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എങ്ങനെ പൊളിറ്റിക്കൽ പവർ ഹൗസസ് ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇനി റിലിജൻ ഒഴിവാക്കിയാൽ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പറയുന്നത് ശരിയല്ല. കാരണം റിലിജൻ ഇപ്പം അമേരിക്കയുടെ കേസ് എടുക്കും, ഒരു പരിധി വരെ ഒരു നാൾ വരെ റിലിജൻ ഒരു പ്രശ്നമാക്കി മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പുതിയ വഴികൾ കണ്ടെത്തി. കാരണം റിലിജൻ അമേരിക്കയിൽ ചെറിയ രീതിയിലെങ്കിലും ഡൈ ഡൗൺ ചെയ്യുന്നതുകൊണ്ട് പുതിയ വഴികൾ കൊണ്ടുവരികയാണ്. റേസിസം, സെക്സിസം, റാഡിക്കൽ ഫെമിനിസം, അബോളിഷനിസം, xenophobia, ഹോമോഫോബിയ, ട്രാൻസ്ഫോബിയ, ഏത് രീതിയിലും അവർക്ക് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ എവിടെയൊക്കെ ശക്തനും ശക്തിയില്ലാത്തവനും ഉണ്ടോ, അല്ലെങ്കിൽ whenever there is a rich and the poor, the old and the young, the strong and the weak, അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അവിടെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും.
പലരും പറയുന്നു തെറ്റ് ചെയ്യാതിരിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതാണ് മതമെന്ന്. എന്തിനാണ് അതിന് വേണ്ടി ഒരു മതം? തെറ്റ് ചെയ്യാതിരിക്കാൻ ഇവിടെ ഒരു നിയമ സംഹിതയില്ലേ? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇല്ലേ? പിന്നെ എന്തിനാണ് തെറ്റും ശരിയും പഠിപ്പിക്കാനായിട്ട് ഒരു മതം? വളരെ പ്രത്യേകതയുള്ളൊരു ചോദ്യമാണ്. ലോ ആൻഡ് ഓർഡർ ഉള്ളപ്പോൾ ഇവിടെ ഒരു മതത്തിന് ആവശ്യമുണ്ടോ? അതിനോടൊപ്പം ഞാൻ എൻ്റെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സമൂഹത്തിൽ അവനുള്ള റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവൻ്റെ ഒരു ഉത്തരവാദിത്തം, ഇതിനൊക്കെ അവനെ വളർത്തിയെടുക്കാനായിട്ട് മതത്തിന് പ്രാധാന്യമുണ്ടോ? ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് താങ്കൾക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ലോ ആൻഡ് ഓർഡർ, അതായത് നമുക്കിപ്പോൾ പോലീസ് അല്ലെ കോടതികളൊക്കെ ഉണ്ടല്ലോ, ഈ കാര്യം നോക്കാമെന്ന് പല ആളുകളും പറയാറുണ്ട്. പിന്നെ എന്തിനാണ് ദൈവത്തിൻ്റെ അല്ലെ മോറൽ ടീച്ചിങ്സിൻ്റെ ആവശ്യമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം ഇതാണ്, ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസിക്വൻഷ്യൽ ഇൻ നേച്ചറാണ്. അതായത് എന്തെങ്കിലും നടന്നാൽ അതിന് ശേഷം എടുക്കാനുള്ള സ്റ്റെപ്സാണ് ലോ ആൻഡ് ഓർഡർ ചൂണ്ടിക്കാട്ടി തരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പല സെലിബ്രിറ്റീസിനും നമുക്കറിയാം, പല സെലിബ്രിറ്റീസും ഹീനസ് ആയിട്ടുള്ള ക്രൈംസ് നടത്തിയിട്ടും ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അത് കാരണം എന്താണ്? ലോ ആൻഡ് ഓർഡറിന് ഒരു പ്രശ്നമുണ്ട്. ലോസിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പവറും ഇൻഫ്ലുവൻസും മുകളിൽ ആളുകളും വാദിച്ച് ജയിക്കാൻ ഒരു അഡ്വക്കേറ്റും ലോസിലുള്ള ലൂപ്പ് ഹോൾസും എല്ലാം ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നൂരിപ്പോകാനുള്ള തെളിവുകൾ ഒരുപാട് നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് കാണുകയും ചെയ്യാം. മാത്രമല്ല, ലോ ആൻഡ് ഓർഡറിനും മൊറാലിറ്റിക്കും വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസിക്വൻഷ്യൽ ഇൻ നേച്ചർ അല്ലേ. അപ്പം ഒരാളെ കൊന്നു, അപ്പം ലോ ആൻഡ് ഓർഡറിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യം കൊന്നയാളെ ജയിലിലിടുക, അല്ല അയാളെ തൂക്കി കൊല്ലാൻ വിധിക്കുക. ഇതിനപ്പുറം ചെയ്യാൻ പറ്റില്ല. മരിച്ചുപോയ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ആൾക്കുണ്ടായ സഫറിങ്ങോ ആളുടെ ഫാമിലിക്കുണ്ടായ സഫറിങ്ങോ തിരിച്ച് നൽകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ട് ഒരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന്. പക്ഷേ മൊറാലിറ്റി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിറ്റ്ലർ ഒരു പക്ഷേ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു വാർ തുടങ്ങി വെക്കില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റിയാണ് ഈ വാറിലോട്ട് പോകണമെന്നും ആളുകളെ കൊന്നൊടുക്കണമെന്നും അയാളെ കൊണ്ട് ചിന്തിപ്പിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ലോ ആൻഡ് ഓർഡർ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. ലോ ആൻഡ് ഓർഡർ എന്തെങ്കിലും സംഭവിച്ചാൽ ശിക്ഷിക്കാനും, എന്നാൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഗൈഡ് ലൈൻസ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കാൻ മൊറാലിറ്റിയും ഫെയ്ത്ത് ബേസ്ഡ് ടീച്ചിങ്സും നിർബന്ധമായി വേണം. അതിനൊരു വലിയ തെളിവ് തരാം. ഇന്നിപ്പം ഏറ്റവും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വെച്ചാൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാണ്. സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ്, അല്ലെങ്കിൽ റേപ്പ്, അല്ലെങ്കിൽ മൊളസ്റ്റേഷൻ, ഇങ്ങനെ ഒത്തിരി കേസുകൾ നടക്കുന്നുണ്ട്. എന്നും ഇത് പറയുന്നുണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രീഗ്ഡ് ആക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി യുവാക്കൾ പറഞ്ഞ് നമുക്ക് റിലിജൻ വേണ്ട, ഫെയ്ത്ത് വേണ്ട, മൊറാലിറ്റി ഒന്നും വേണ്ട എന്ന് പറയുന്നു ഒരു വശത്ത്. മറ്റൊരു വശത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണവും വയലൻസും ഒക്കെ കൂടുമ്പം അതിനെയും അവർ അപലപിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ കാര്യം ഇതാണ്, നമ്മൾ കുറച്ച് ലോസ് എടുത്ത് നോക്കാം. അപ്പം സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒത്തിരി ലോസ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പ്രിവെൻഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആക്ട് 1956, പ്രിവെൻഷൻ ഓഫ് ഡൗറി ആക്ട് 1961, പ്രിവെൻഷൻ ഓഫ് ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൻസ് ആക്ട് 1986, പ്രിവെൻഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് 2013, പ്രിവെൻഷൻ ഓഫ് ആൻറ്റി റേപ്പ് ആക്ട് നിർഭയ ആക്ട് 2013, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെൻറ്റ് ദ വർക്ക് പ്ലേസ് 2013. ഇങ്ങനെ എത്ര നിയമങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം കുറയുന്നില്ല? അത് തന്നെ നമ്മൾ ചിന്തിച്ചാൽ പോരെ. അപ്പോൾ ലോ ആൻഡ് ഓർഡർ കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് വ്യക്തമായില്ലേ? കാരണം ഗൈഡ് ലൈൻ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അയാളെ തോന്നുവാണെങ്കിൽ അയാളുടെ മൊറാലിറ്റിയാണ് അതിൻ്റെ അകത്തെ ആദ്യത്തെ ഫാക്ടർ. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇയാൾ എന്തെങ്കിലും ചെയ്താൽ ഇയാളെ ശിക്ഷിക്കാം. പക്ഷേ മരിച്ചുപോയ വ്യക്തിയോ അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയോ നമുക്ക് ആ ഒരു സഫറിങ്ങിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. അതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിരിക്കുന്ന സയൻസിലല്ലേ വിശ്വസിക്കേണ്ടത്, അല്ലാതെ ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി നമുക്ക് വന്നിട്ടുണ്ട്. ഈ പാറ്റേണിൽ തന്നെ പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇടയിൽ അതും കൂടി ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഇതിന് എന്ത് മറുപടിയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക? ഞാനൊരു ചോദ്യം, ഇതിന് മുമ്പ് എന്നോടൊരു കുട്ടി ഇതേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് ചോദിച്ച ചോദ്യം ഫുട്ബോൾ ഇഷ്ടമാണോ എന്നാണ്. അപ്പം സിറാജിനോട് ഞാൻ ചോദിക്കാം, സിറാജിന് ഫുട്ബോൾ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പോൾ സിറാജ് ഫുട്ബോളിൽ ഏറ്റവും അധികം ഫുട്ബോൾ കളിക്കുമോ സിറാജ്? ഇല്ല, കളിച്ചിട്ടില്ല. ഓക്കെ, സിറാജ് ഒരു ഫുട്ബോൾ പ്ലെയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സിറാജിന് തൻ്റെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോഴത്തേക്കും സിറാജ് ആരുടെ അടുക്കലായിരിക്കും ഒരു അഡ്വൈസിനായിട്ട് ചെല്ലുന്നത്? ഞാൻ ഓപ്ഷൻസ് തരാം. ലയണൽ മെസ്സി, ഡിയേഗോ മറഡോണ, അന്തരിച്ച ഡിയേഗോ മറഡോണ, ക്രിസ്ത്യാനോ റൊണാൾഡോ, അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ക്ലബ് ഫുട്ബോൾ പ്ലെയർ. ഈ 4 പേരിൽ ആരുടെ അടുക്കലായിരിക്കും ഒരു അഡ്വൈസ് തേടി സിറാജ് പോകുന്നത്? ഒബിയസ്ലി നമുക്ക് ഏറ്റവും അടുത്തുള്ള ആളായിരിക്കും. ഏറ്റവും അടുത്തുള്ള ആളായിരിക്കും ഏറ്റവും ഈ കളിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ആൾ. അപ്പം ലയണൽ മെസ്സി എടുക്കാം. എന്തുകൊണ്ടാണ് മികച്ചു നിൽക്കുന്ന ആളുടെ അടുത്ത് പോയത്? കാരണം അദ്ദേഹത്തിനായിരിക്കും അതേക്കുറിച്ച് കൂടുതൽ പരിജ്ഞാനവും അറിവും ഉള്ളത്. കൂടുതൽ അറിയാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനും ആ രീതിയിലാണ് ചിന്തിക്കുന്നത് സയൻസിൻ്റെ കാര്യം, സയൻറ്റിസ്റ്റുകളുടെ കാര്യത്തിൽ. ഇപ്പം 25, 30 അല്ലെ 40 വയസ്സുള്ള ഒരു പോസ്റ്റ് മോഡേൺ എയ്ത്തീസ്റ്റ് സയൻറ്റിസ്റ്റ് പറയുന്നതും
സയൻസിലെ തന്നെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ കൊണ്ടുവന്ന ആൽബർട്ട് ഐൻസ്റ്റൈനും ഐസക് ന്യൂട്ടനും ഗലീലിയോയെ പോലുള്ള ആളുകൾ പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അവരെയാണ്. കാരണം ദേ ആർ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഏറ്റവും മികച്ച സയൻറ്റിസ്റ്റുകളാണ്. ലോകം കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ബ്രേക്ക് ത്രൂസ് കൊണ്ടുവന്ന സയൻറ്റിസ്റ്റുകളാണ് ഇവരൊക്കെ. അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ കാര്യം എടുത്ത് നോക്കിക്കോളൂ. ഐസക് ന്യൂട്ടൻ എത്രമാത്രം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്നതും ബൈബിളിനെ കുറിച്ച് എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓൺലൈൻ അവൈലബിൾ ആണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു വിശ്വാസിയായിരുന്നു, ഗാലീലിയോ ഒരു വിശ്വാസിയായിരുന്നു, ഫാരഡേ ഒരു വിശ്വാസിയായിരുന്നു, ക്ലർക്ക് മാക്സ്വെൽ ഒരു വിശ്വാസിയായിരുന്നു, ലൂയിസ് പാസ്റ്റർ ഒരു വിശ്വാസിയായിരുന്നു. അങ്ങനെ എത്ര പേര്, ലോജിക്കിൻ്റെ ഫൗണ്ടറായ അരിസ്റ്റോട്ടിൽ ഒരു വിശ്വാസിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു, അവർ ക്രിയേറ്ററിൽ വിശ്വസിച്ചിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്നൊരു കാര്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച സയൻറ്റിസ്റ്റുകൾ, സയൻസിൻ്റെ ഏറ്റവും ഏതറ്റം വരെയും അറിയാവുന്ന മനുഷ്യർ തന്നെ ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ മറ്റാരുടെ അഭിപ്രായമാണ് ശരിക്കും നമ്മൾ കേൾക്കേണ്ടത്? യെസ്, താങ്കളിപ്പോൾ ചോദിച്ചത് വളരെ വലിയൊരു ചോദ്യമാണ്. കാരണം പലവരും ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തെ താഴ്ത്താൻ നോക്കുമ്പോൾ ഈ ശാസ്ത്രത്തിൽ പല കണ്ടെത്തലുകളും, പ്രമുഖമായ പല കണ്ടെത്തലുകളും നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിൽ പലരും ദൈവവിശ്വാസികളാണെന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നത്, അല്ലേ? ഓക്കെ ശ്രീ നിർമ്മൽ, അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ നിരീശ്വരവാദികൾ നമ്മൾ അങ്ങനെ ഒത്തിരിയൊക്കെ പറഞ്ഞാലും അവരിലും നല്ല ആൾക്കാരില്ലേ, നല്ല രീതിയിൽ സൊസൈറ്റിയിൽ ജീവിക്കുന്നവർ, മറ്റുള്ളവർക്ക് സഹായമായിട്ട് നല്ല റോൾ മോഡലായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഒക്കെ സൊസൈറ്റിയിലില്ലേ? അപ്പോൾ നിരീശ്വരവാദികളെല്ലാം മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ലല്ലോ. ഒരിക്കലുമില്ല. എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ 10 പേരെ എടുത്താൽ 3-4 പേരെങ്കിലും നിരീശ്വരവാദികളുണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ. അവരെ ഒന്നും മോശക്കാരായിട്ട് ഞാൻ കാണുന്നില്ല. ഒരുപാട് സഹായിക്കുന്ന, ഒരുപാട് സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്, നമ്മൾ എയ്ത്തിയിസ്റ്റുകൾ അല്ലെ നിരീശ്വരവാദികൾ നമ്മൾ പറയുമ്പോഴും ഇവർ നന്നായിട്ട് ജീവിക്കുന്നില്ല, ഇവരുടെ ഉള്ളിൽ വാല്യൂസ് ഉണ്ടല്ലോ, ഇവർ മൊറാലിറ്റി ഇവർ കാണിക്കുന്നുണ്ടല്ലോ ബൈബിൾ വായിക്കാതെ തന്നെ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവരെല്ലാം തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച എയ്ത്തിയിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഫസ്റ്റ് ജനറേഷൻ എയ്ത്തിയിസ്റ്റുകളാണ്. അതായത് മതവിശ്വാസമുള്ള അല്ലെങ്കിൽ ദൈവവിശ്വാസമുള്ള പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ ജനിച്ച് അതേ മൂല്യത്തിൽ വളർന്ന് വന്ന വ്യക്തികളാണ്. ഉദാഹരണത്തിന് സാം ഹാരിസിനെ എടുക്കാം. അദ്ദേഹത്തിൻ്റെ അമ്മ ജൂയിഷാണ്, അപ്പൻ ക്രിസ്ത്യനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ക്രിസ്റ്റഫർ ഹിച്ചൻസ് എന്ന എയ്ത്തീസ്റ്റിൻ്റെ പേരൻസ് ക്രിസ്ത്യനായിരുന്നു. റിച്ചർഡ് ഡോക്കിൻസിൻ്റെ പേരൻസ് ക്രിസ്ത്യനായിരുന്നു. ഇവരൊക്കെ പേര് കേട്ട നിരീശ്വരവാദികളാണെങ്കിലും ഇവരുടെ ബ്രിങ്ങിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വാല്യൂസ് അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടായിരുന്ന ഒരു ബ്രിങ്ങിങ് അപ്പാണ്. അതിനുശേഷം 20-25 വയസ്സിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയി അല്ലെങ്കിൽ ജോലിക്ക് പോയി അല്ലെങ്കിൽ പുറത്തു പോയി അല്ലെങ്കിൽ കൂടുതൽ പഠനം നടത്തിയപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ധാരണ വന്നു എന്നതുകൊണ്ട് മാത്രം അവരുടെ വാല്യൂസ് മാറുന്നില്ല. വാല്യൂസ് ചെറിയ പ്രായത്തിൽ തന്നെ ഇൻസ്റ്റിൽ ആവുന്ന കാര്യങ്ങളാണ്, അത് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് ശരിക്കും നമുക്കൊരു പഠനം നടത്തണമെങ്കിൽ ഒരു ഫുൾ സെറ്റ് ഓഫ് പോപ്പുലേഷൻ, അത് സെക്കൻഡ് ജനറേഷൻ അല്ലെ തേർഡ് ജനറേഷൻ എയ്ത്തീസ്റ്റുകളെ നമുക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ എടുത്തൊരു പഠനം നടത്തിയാലുള്ളൂ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എഫക്ട്സ് എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പഠനം നടത്താൻ നമുക്ക് സ്കോപ്പുള്ള ഒരു സ്ഥലവും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ചൈനയും നോർത്ത് കൊറിയയും എന്നൊക്കെ പറഞ്ഞ റിലീജിയസ് മൈനോറിറ്റീസിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടുത്തെ പഠനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 144-ാം സ്ഥാനത്ത് നിൽക്കുന്ന നോർത്ത് കൊറിയയും ഇഷ്ടപ്പെട്ട വസ്ത്രധാരണമോ ഹെയർ സ്റ്റൈലോ പോലും നമുക്ക് സ്വന്തമായി പ്രദർശിപ്പിക്കാൻ കഴിയാത്ത നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളെ ഇപ്പോൾ തൽക്കാലം എടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ താങ്കൾ പറയുന്നത് ഇപ്പോഴത്തെ നിരീശ്വരവാദികൾ, അതായത് ഇവരൊക്കെ ഒരു വിശ്വാസത്തിൽ നിന്ന്, അവരുടെ പാരൻസ് ആയിക്കോട്ടെ എല്ലാം ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ അവരുടെ എഫക്റ്റ് ആയതുകൊണ്ട് എന്താണ് ഇവരുടെ കറക്റ്റ് റിസൾട്ട് ഔട്ട് എന്നുള്ളത് ഈ ജനറേഷൻ കൊണ്ട് അറിയില്ല. ഒരു 2 ജനറേഷനിലും കഴിഞ്ഞാലാണ് എന്താണ് ഇവരുടെ കറക്റ്റ് എഫക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ഒരു 2 ജനറേഷനിലും കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്നാണ്. ഒന്നല്ലെങ്കിൽ 2, നമുക്കൊരിക്കലും പറയാം ഒരു ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല. പൂർണ്ണമായും ഒരു ഫുൾ ജനറേഷൻ എയ്ത്തീസ്റ്റ്, അതായത് ഫോർ എക്സാമ്പിൾ ബൈബിൾ വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ മൊറാലിറ്റിയിൽ വിശ്വസിക്കേണ്ട, സത്യമെന്നൊന്നില്ല, മൊറാലിറ്റി എന്നൊന്നില്ല എന്നൊക്കെ പറയുന്ന പേരൻസും അതിനോടനുബന്ധിച്ച് ബ്രിങ്ങിങ് അപ്പ് ഒക്കെ ആയിട്ട് വരുന്ന എയ്ത്തീസ്റ്റുകളാണ്. ഒരുപക്ഷെ 2-3 ജനറേഷൻസിന് ശേഷം പൂർണ്ണമായി എയ്ത്തീസ്റ്റ് ബ്രിങ്ങിങ് അപ്പ് ആണെങ്കിൽ ഒരു പക്ഷേ നമുക്കറിയാൻ സാധിക്കും അതിൻ്റെ എഫക്ട്സ് എന്താണ്. ഇന്ന് നമുക്കത് അറിയാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. ഇന്നും നമ്മൾ മെജോറിറ്റേറിയൻ, ഇപ്പോൾ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മതവിശ്വാസികളുടെ നടുക്കാണ് നിരീശ്വരവാദികൾ എന്ന് വെച്ചാൽ വളരെ കുറച്ചെണ്ണമേ ഉള്ളൂ. അപ്പോൾ അവരിടപെടുന്ന സമൂഹം, ആളുകൾ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അവരുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഫാമിലിയിലെ ബ്രിങ്ങിങ് അപ്പും ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കൃത്യമായി അളക്കാൻ സാധിക്കില്ല. ഓക്കെ ശ്രീ നിർമ്മൽ, അപ്പോൾ നമ്മുടെ ഈ മതവിശ്വാസം ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയല്ലേ? അതേപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഇതെല്ലാം സിസ്റ്റംസ് ആണ്. പൊളിറ്റിക്സ് ആയാലും, എഡ്യൂക്കേഷൻ ആയാലും, ഹെൽത്ത് കെയർ ആയാലും, സ്പോർട്സ് ആയാലും, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആയാലും എല്ലാം സിസ്റ്റംസ് ആണ്. ഈ സിസ്റ്റംസ് റൺ ചെയ്യുന്നത് ആളുകളാണ്. എന്തിനാണ് റൺ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പൈസയ്ക്കാണ്. ഇപ്പോൾ പല ആളുകളും ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? പല ആൾക്കാരും പറയും എനിക്ക് വിശ്വാസമാണ്, എനിക്ക് എൻ്റെ ഭാര്യയാണ്, ഭർത്താവാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യനും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കരുതുന്നത് പൈസയാണ്. അപ്പോൾ ഈ പൈസയ്ക്ക് വേണ്ടിയുള്ളൊരു നെട്ടോട്ടമാണ് ഫെയ്ത്തിനെതിരെയുള്ള ആക്രമണത്തിന് കാരണമെന്ന് ഞാൻ പറയും. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ നമ്മുടെ ആവശ്യങ്ങളെ തന്നെ 3ആയിട്ട് തരംതിരിക്കാം. നമുക്ക് നീഡ്സ് ഉണ്ട്, വാണ്ട്സ് ഉണ്ട്, റെസ്ട്രിക്റ്റഡ് വാണ്ട്സ് ഉണ്ട്. നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആവശ്യങ്ങൾ, അതായത് വസ്ത്രം, ഭക്ഷണം, വെള്ളം, സഞ്ചരിക്കാൻ എന്തെങ്കിലും ഒരു വാഹനം, ഇത്തരത്തിലുള്ള ബേസിക് നീഡ്സ് ആണ്. അപ്പം ഇതിന് ശേഷം ഒരു പോയിന്റ് വന്നു, ഈ നീഡ്സ് ഒരു റോഡ് ബ്ലോക്കിലെത്തി. അപ്പം ബിസിനസ്സുകൾ എന്ത് ചെയ്തു? പൈസ ഉണ്ടാക്കാൻ വാണ്ട്സ് ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് 20-25 വർഷം മുമ്പ് വെറും ഒരു ഫോൺ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾ ഇന്നൊരു ഐഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. 20-25 വർഷം മുമ്പ് വെറും ഒരു കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഹനത്തിൽ സഞ്ചരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഇന്ന് ഒരു BMW, ഒരു മെർസിഡസ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. 200 വർഷം മുമ്പ് എങ്ങനെയെങ്കിലും നഗ്നത മറയ്ക്കാൻ ഒരു തുണി മതി എന്ന് ആഗ്രഹിച്ചത് നിങ്ങൾ ഇന്ന് ബ്രാൻഡഡ് ക്ലോത്തിങ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ഈ ഒരു കൺസ്യൂമറിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ ഇത് കയറി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ സംഭവിച്ചിരിക്കുന്നത്, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ വാണ്ട്സും ഒരു റോഡ് ബ്ലോക്കിലെത്തി, ഒരു സാച്ചുറേഷനിലെത്തി. ഇനി കിടക്കുന്ന ലെയർ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് വാണ്ട്സാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യങ്ങളാണ്. അപ്പോൾ ഈ അനാവശ്യങ്ങൾ എല്ലാവരും കയറി തൂണ്ടുന്ന ഒരു ഏരിയ അല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ഇൻഡസ്ട്രി, കഞ്ചാവ്, അത് പോണോഗ്രഫി, പ്രോസ്റ്റിറ്റ്യൂഷൻ, ന്യൂഡ് ബീച്ചസ്, പബ്സ്, സ്ട്രിപ്പ് ക്ലബ്സ്, ഡേറ്റിംഗ് ആപ്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ തേർഡ് ലെയറിലുള്ളത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തെ റിസർച്ച് സജസ്റ്റ് ചെയ്യുന്നത് US-ലും UK-ലും ഒക്കെ ഏറ്റവും കൂടുതൽ ഭയങ്കരമായി ഗ്രോ ചെയ്ത ഇൻഡസ്ട്രീസാണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത ഈ ഇൻഡസ്ട്രീസൊക്കെ. എന്തുകൊണ്ട് ഗ്രോ ചെയ്തു? അതേ സമയത്ത് അവിടെ എന്താ നടന്നത്? ഫെയ്ത്ത് പകുതിയോളം ഒരുപാട് ഇല്ലാതാകുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ഇല്ലാതാകുന്നുണ്ട്. അതിനനുസരിച്ച് ഇവിടെ വേറൊരു ഇൻഡസ്ട്രി വളരുന്നുണ്ട്. ഡ്രഗ്സും പ്രോസ്റ്റിറ്റ്യൂഷനും പോണോഗ്രഫിയും ഒക്കെ വളരുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോറിലേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് അവർ പറയുന്നത് പുരോഗമനം വേണമെന്നുണ്ടെങ്കിൽ മതവിശ്വാസം നമ്മൾ ഇല്ലാതാക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അവരുടെ കയ്യിലുള്ളത്. തീർച്ചയായും അവരതിനെ പുരോഗമനമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ വേറൊരു പ്രശ്നം ഇതിനകത്തുള്ളത്, അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ നമുക്കറിയാം, ഇപ്പം ഒരു പ്രമുഖ സ്പോർട്സ് ചാനലിൽ വന്നൊരു കാര്യം ഞാൻ പറയാം. സ്പോർട്സ് ചാനലിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സ്പോർട്സ് ചാനൽ ഫീഡ് കട്ട് ചെയ്ത് പരസ്യത്തിലോട്ട് പോവുകയാണ്. ഒരു പ്രമുഖ അമേരിക്കൻ ന്യൂസ് ചാനൽ ഇത് സംഭവിച്ചു. ഇത് യൂട്യൂബിൽ കിടപ്പുണ്ട്, വീഡിയോസ് നിങ്ങൾക്ക് തപ്പിയെടുക്കാം. പ്രമുഖ ന്യൂസ് ചാനൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു വ്യക്തി അദ്ദേഹത്തിന് ജീസസിലുള്ള വിശ്വാസം ഏറ്റു പറയുന്ന സമയത്ത് പെട്ടെന്ന് ഫീഡ് കട്ട് ചെയ്ത് ഗ്രെയിൻസ് ആവുകയാണ് സ്ക്രീനിൽ. അപ്പോൾ ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണോ എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എപ്പോഴും മതം അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പിക്ചേഴ്സും നമ്മുടെ മനസ്സിൽ വരുന്ന ഐഡിയയും ഇപ്പോൾ എന്താണ്, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആക്രമണം, വയലൻസ്, ബഹളം, അടി, തല്ല്, വാർ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഒരിക്കലെങ്കിലും സോഷ്യൽ മീഡിയ നിങ്ങളെ രണ്ടാളുകൾ വളരെ പീസ്ഫുൾ ആയിട്ടിരുന്ന് എവിടെയെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം കാണിച്ചിട്ടുണ്ടോ? കോവിഡ് വന്നു, ആ സമയത്ത് ആരെങ്കിലും ഒരു വ്യക്തി, റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരെങ്കിലും സഹായിക്കുന്നതായിട്ടോ കാണിച്ചിട്ടുണ്ടോ? അതൊക്കെ നിങ്ങൾ വളരെ വിരളമായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ ആ ഒരു പിക്ചർ പ്രത്യക്ഷപ്പെട്ടുള്ളത്. കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ പൊതുവെ പറയപ്പെടുന്ന ഒരു കാര്യമാണ്, സോഷ്യൽ മീഡിയയിൽ തന്നെ കൂടുതൽ പുഷ് ചെയ്യുന്നത് ആൻറ്റി റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റിസർച്ച് നടത്താവുന്നതാണ്. ഓക്കെ, താങ്കൾ നിരവധി കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചു, നിരവധി പോയിന്റുകൾ നമ്മളിപ്പോൾ ടച്ച് ചെയ്തൊക്കെ പോയി. എങ്കിലും ഞാൻ ലാസ്റ്റായിട്ട് താങ്കളോട് ഒരു കാര്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു 2 മിനിറ്റിൽ ഒരു ചെറിയ വളരെ ഷോർട്ടായിട്ട് നിരീശ്വരവാദികളോട് താങ്കൾക്ക് ഇപ്പോൾ എന്തെങ്കിലും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നിരീശ്വരവാദികൾ എന്തായാലും ഉണ്ടാവും എന്നുള്ള 100% ഉറപ്പാണ്, ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് പരിശ്രമിക്കുന്നവർ. അപ്പോൾ അവരോടായിട്ട് താങ്കൾക്ക് വിശ്വാസത്തിൽ നിലനിന്നാൽ കിട്ടുന്ന ബെനിഫിറ്റിനെ പറ്റി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് പറയാൻ സാധിക്കും? ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ, ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്, വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം. പക്ഷേ ദൈവവിശ്വാസം ഉള്ളിടത്ത് ഹ്യൂമിലിറ്റി ഉണ്ട്, അത്രയും ഞാൻ തുറന്നു പറയാം. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മളെപ്പോഴും, അതുകൊണ്ടാണ് ഇപ്പം പേരൻസിൻ്റെ മുന്നിൽ കുട്ടികൾ പെരുമാറുന്ന എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ഒരു ഹ്യൂമിലിറ്റി എല്ലാവർക്കും കൈവരും എന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഓരോ ജനങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, അത് തീർച്ചയായിട്ടും തുടരാം. പക്ഷേ ലോജിക്കലായൊരു ഡിസിഷൻ എടുക്കാനാണ് പല യുവാക്കളോടും എനിക്ക് പറയാനുള്ളത്. ചിന്തിക്കുക, ഈ ഒരു വശം, ഇപ്പം മറുവശം നിങ്ങൾ പലപ്പോഴും പുതിയതായിട്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ കേട്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, സെർച്ച് ചെയ്യുക, ഇതിന് സത്യമെന്ന് അറിയാൻ ശ്രമിക്കുക, അങ്ങനെ ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രീ നിർമ്മൽ അബ്രഹാം, താങ്കളോട് സംസാരിച്ചിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. കാരണം ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്, ധാരാളം ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ തന്നെയാണെങ്കിൽ നിരവധി ചോദ്യങ്ങളാണുള്ളത്. പക്ഷേ നമുക്ക് നമ്മുടെ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് എല്ലാം തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും, ധാരാളം ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുമായിട്ട് ചിലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നമുക്ക് വീണ്ടും കാണാം. താങ്കളുടെ സഹകരണം തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്കറിയാം, ഒത്തിരിയേറെ ചർച്ചകൾ നടന്നു, ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു.
ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിരിക്കും എന്നുള്ള 100% ഉറപ്പാണ്. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ വിശ്വാസസംബന്ധമായ ധാരാളം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നത്തെ ഈ എപ്പിസോഡ് കൊണ്ട് കിട്ടി. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന മറ്റൊരു വ്യക്തിയുമായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതിനായി നല്ല ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.